ശ്രീ പ്രേംകുമാർ, അതായത് ഈ പൊതുജന താല്പര്യ കാര്യങ്ങളിൽ കോടതിക്ക് താല്പര്യമില്ലാത്തതാകാം, ഇനി അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോകാൻ അപ്പീൽ കിട്ടിയെന്നതാകാം. പക്ഷേ എന്തോ ഒക്കെ ആയിരുന്നാലും ഈ വിഷയം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്കിപ്പോഴും മറുപടിയില്ല എന്നാണ് നിജേഷ് വീണ്ടും വാദിക്കുന്നത്. ഓക്കെ, അത് പറയാം. എനിക്ക് തോന്നുന്നത് ഞാൻ 3 വിഷയങ്ങളിൽ ഒന്ന് പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷം അമ്പലം വിഴുങ്ങികൾ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുകയാണ്. സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നാണ്. അതിൽ തെറ്റില്ല. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണപക്ഷം അമ്പലം വിഴുങ്ങികളാണെന്നോ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലോ നേതൃത്വത്തിലോ അമ്പലം വിഴുങ്ങുന്ന പണി നടന്നുവെന്നോ എവിടെയും തെളിഞ്ഞിട്ടില്ല. തെളിയാത്തൊരു കാര്യവും രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ അംഗീകരിക്കുകയാണ്. എന്നാൽ അമ്പലം വിഴുങ്ങിയ ചരിത്രം ആർക്കാണുള്ളത്? അതൊന്ന് പറഞ്ഞു പോകുന്നതാകും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയ ഇനത്തിൽ VS ജയകുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. ഈ VS ജയകുമാർ ആരാണ്? അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ശിവകുമാറിൻ്റെ സഹോദരനാണ്. മന്ത്രി ശിവകുമാറിൻ്റെ. അതെ, മന്ത്രി ശിവകുമാറിൻ്റെ സഹോദരനാണ്. 1,87,00,000 രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതിലാണ് ക്രമക്കേട് നടത്തിയത്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരാണ് അമ്പലം വിഴുങ്ങിയത് എന്നുള്ളത്. മറ്റൊന്ന്, നിലവിലുള്ളൊരു കേസാണ്. അത് വിജിലൻസ് കേസ് 8/2006 തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 അന്വേഷണം നടത്തി 2015 അന്വേഷണം പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാകുന്നത്. അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന G. രാമൻ നായർ, ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന MP ശ്രീകുമാർ, പുനലൂർ മധു എന്നിവർ ചേർന്ന് ദേവസ്വം ബോർഡിലേക്ക് ശർക്കര വാങ്ങിയതിലും ശാന്തിക്കാരെ ദേവസ്വം വാച്ചർമാരായി നിയമിച്ചതിലും അഴിമതി നടന്നതായുള്ള ആരോപണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതവിടെ നടക്കട്ടെ. അപ്പോൾ മാത്രമല്ല, 2015-17 കാലയളവിൽ അനധികൃതമായിട്ട് ബത്തയും ദിനബത്തയും എഴുതിയെടുത്തതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, മെമ്പർ അജയ് തറയിൽ എന്നിവർ ചേർന്ന് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്നതിലും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിലും വിജിലൻസ് നടപടി സ്വീകരിച്ചു വരികയാണ്. ഒരിടത്തും കേരളത്തിൽ 57 അധികാരത്തിൽ വന്ന ആദ്യ ഇടതുപക്ഷ EMS ഗവൺമെൻറ് തൊട്ട് ഇപ്പോഴുള്ള 2ാം പിണറായി സർക്കാർ വരെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒരു മന്ത്രിക്ക് നേരെയും ആ മന്ത്രിയുടെ നേതൃത്വത്തിലോ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലോ ഉള്ള ഒരു ഭരണസമിതിക്ക് നേരെയും ഇത്തരത്തിലുള്ള ഒരു കോടതിയോ കേസോ പ്രശ്നമോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ഇടതുപക്ഷം ഒരിക്കലും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല, അമ്പലം വിഴുങ്ങാൻ കൂട്ടുനിൽക്കില്ല. ആ പദം ചേരുന്നത് കോൺഗ്രസിനാണ്. മാത്രമല്ല, മറ്റേ ഒരു ഏറ്റുമാനൂരപ്പൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു, പാറയിൽ പിടിച്ച ആ എന്താണ് പേപ്പറുകൾ അടയാളമായ സ്റ്റീഫൻ. അതെ, സ്റ്റീഫന്റെ കാര്യം ഇന്ന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. മറ്റൊന്ന്, നമ്പർ 1 എന്ന് പറയുന്നതിനെ സംബന്ധിച്ചാണ് എന്തൊരു ആഹ്ലാദമാണ് കേരളത്തിലെ UDFന്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ നാട് മുടിഞ്ഞു പോകട്ടെ എന്ന മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നുകൂടി കേരളത്തിൽ പ്രളയം വരട്ടെ, ഒന്നുകൂടി പ്രളയം വരട്ടെ എന്ന് പറഞ്ഞ അതേ മനോഭാവമാണ്. അതെ, G. സുധാകരൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കും. G. സുധാകരൻ പറയുന്നതേ നിങ്ങൾ കേൾക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. G. സുധാകരൻ, അതാ ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ നമ്മുടെ ബോധ്യങ്ങളെ, വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ അതിനെ നിങ്ങൾ അംഗീകരിക്ക്. സുധാകരൻ വസ്തുത പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചോ? നമ്പർ 1 എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണ്? ഇന്ന് ശിശുമരണ നിരക്ക് രാജ്യത്ത്, ലോകത്ത് ഏറ്റവും കുറവുള്ള ഒരു നാട്, അമേരിക്കയെ മറികടന്ന് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാട് കേരളമാണ്. ഇന്ത്യയിൽ അതിദരിദ്രർ ഏറ്റവും കുറഞ്ഞ നാട്. ഞാൻ പറയുന്നത്, വിജേഷ് പറ്റുമെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് ഒരു 2 മിനിറ്റ് സമയം വിജേഷിന് കൊടുക്കണം. എന്നിട്ട് ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് പറയണം. ഏത് അഴിമതിയാണ് കേരളത്തിലെ ഏത് മന്ത്രിക്കെതിരെയാണ് മന്ത്രി അഴിമതി നടത്തിയോ അതോ അഴിമതിക്കാരെ സംരക്ഷിച്ചോ? അങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ താങ്കൾ പറയൂ. ആരോപണമായിട്ടെങ്കിലും പറയൂ. ഇന്നയാളെ ഇന്ന കേസിൽ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്പർ 1 എന്ന് പറയുന്നത് അതിദരിദ്രരില്ലാത്ത കേരളമാകുന്നതിൽ നമ്പർ 1 ആണ്. അത് പറയുമ്പോൾ സഹിക്കുന്നില്ല. ആരോഗ്യരംഗത്ത് ശിശുമരണ നിരക്ക് കുറവിൽ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് ദഹിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കേരള വിരുദ്ധ സമീപനമാണ്. ആ കേരള വിരുദ്ധ സമീപനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞങ്ങൾ വന്നാൽ കിറ്റ് കൊടുക്കില്ല, ഞങ്ങൾ മുടക്കും.
ഞങ്ങൾ വന്നാൽ കേരളത്തിൽ എല്ലാ നിലയിലും മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുടക്കും, ലൈഫ് ഞങ്ങൾ ഉപേക്ഷിക്കും. ഈ സമീപനം തുടർച്ചയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ടതല്ല. മൂന്നാമത്തെ ഒരു വിഷയം കൂടി ഞാൻ പറയാം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും രാജിവെക്കേണ്ടത് ആരാ? രാജിവെക്കേണ്ട ഒരംഗമുണ്ട്. ഞാൻ വരുന്ന പാലക്കാട് ജില്ലയിൽ നിന്നുള്ളൊരു അംഗം. ഞാനത് മറന്നുപോയത് ആകെ ഓർമ്മിപ്പിക്കുകയല്ല. എന്താ നിങ്ങളുടെ നിലപാട്? ദേവസ്വം മന്ത്രിയാണോ രാജിവെക്കേണ്ടത്? പാലക്കാട് MLA ആണോ രാജിവെക്കേണ്ടത്? ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നിങ്ങളൊരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ അതിലെന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? നിങ്ങൾ പറയൂ, ഇത്ര കോടി രൂപയുടെ അഴിമതി നടന്നു, ഇത്ര പവൻ സ്വർണം അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയുടെ സംരക്ഷണത്തിലോ അറിവിലോ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ? രേഖ ശങ്കരാടി പറഞ്ഞ രേഖ വേണ്ട. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ ഭാഗമായി ഇത്ര കോടി രൂപയുടെ, ഇത്ര ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ശബരിമലയിൽ ഈ ദ്വാരപാലക സ്വർണം പാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയേ. ആ പ്രശ്നത്തിൽ ദേവസ്വം മന്ത്രി ഇന്നയാളെ വിളിച്ചു സംരക്ഷിച്ചു എന്ന് നിങ്ങൾ പറയേ. ദേവസ്വം മന്ത്രി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഇവിടെ നേരത്തെ അജിംഷാദ് പറഞ്ഞ സമയത്ത് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. സ്വർണം കട്ടതിനെ കുറിച്ച് ഹൈക്കോടതി പറഞ്ഞത് പറയുന്നു. എവിടെയാ ഹൈക്കോടതി സ്വർണം കട്ടതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ താങ്കൾ അത് വായിക്കൂ. ഹൈക്കോടതി എവിടെയാണ് സ്വർണം സ്വർണം കട്ടു എന്ന് ദേവസ്വം കോടതി എവിടെ പറഞ്ഞിരിക്കുന്നത്? കോടതി പറഞ്ഞ ഭാഗം താങ്കൾ വായിക്കേ. ഹൈക്കോടതി എവിടെയാണ് സ്വർണം കട്ടു എന്ന് പറഞ്ഞത്? കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെ നോട്ടക്കുറവ്, ശ്രദ്ധക്കുറവ്, അങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് സുപ്രീം കോടതി ചോദിക്കുകയാണ് 10 ലക്ഷം രൂപ ഫൈൻ ഇടണമെന്ന്. അപ്പൊ അത് പറയുമ്പോ ബന്ധപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ പക്ഷെ അതിലെവിടെയാ സ്വർണം കട്ടു എന്ന് പറഞ്ഞത്? സ്വർണം കട്ടു എന്ന് എവിടെ ഹൈക്കോടതി പറഞ്ഞു? സ്വർണ്ണപ്പാളികൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകാമെന്ന്. സ്വർണ്ണപ്പാളികൾ ഒരു ഹൈക്കോടതി പറയുകയാണ്, സ്വർണ്ണപ്പാളികൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകാം. ആരാണ് കസ്റ്റോഡിയൻ? കസ്റ്റോഡിയൻ ആരാണ്? അത് അന്വേഷിക്കല്ലോ. പറഞ്ഞതൊന്ന് ഇപ്പൊ പറയുന്നത് വേറൊന്ന്. വിറ്റതാണോ എന്ന് അന്വേഷിക്കട്ടെ. എന്നോട് വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചതിനകത്തുണ്ട് ഇത് വിറ്റിട്ടുണ്ടാകാമെന്ന്, മറിച്ച് വിറ്റിട്ടുണ്ടാകാമെന്ന് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരുടെ പേര് സഹിതം വായിച്ച സമയത്ത് ഞാൻ മറ്റൊന്നാണ് പറയുന്നതെന്ന് പറയല്ലേ. ഇതിന്റെ കസ്റ്റോഡിയൻ ആരാ? ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡ് ആരുടെ? അതായത് അല്ല ദിജേഷ്, അവിടെ പ്രേംകുമാർ ചോദിച്ചത് വളരെ ശരിയായ കാര്യമാണ്. പിണറായി വിജയനല്ലേ? അതെ, പിണറായി വിജയനാണ് ഇതിന്റെ കസ്റ്റോഡിയൻ അല്ലേ? അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പിണറായി വിജയന്റെ കീഴിലാണല്ലോ. അതുകൊണ്ട് അതെ താങ്കൾ പറഞ്ഞത് മനസ്സിലായി. എന്നാൽ പിന്നെ നിങ്ങൾ പിണറായി വിജയൻ രാജിവെക്കണം. ശരി, ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും കോടതി പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളി വിഷയങ്ങളിൽ, സ്വർണ്ണപ്പാളി അതായത് സ്വർണം പൂശിയ ചെമ്പുപാളി വിഷയങ്ങളിൽ വ്യക്തത വരാൻ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നാണ് കോടതി പറഞ്ഞത്. അത് ദേവസ്വം ബോർഡിന്റെ ആവശ്യമായി. അതാണ് ഒരു ദേവസ്വം ബോർഡിന്റെ ആവശ്യം.